2 ദിനവൃത്താന്തം അധ്യായം 3. ദേവാലയ നിർമ്മാണം. ജെറുസലേമിൽ തന്റെ പിതാവായ ദാവീദിന് കർത്താവ് പ്രത്യക്ഷനായ സ്ഥലത്ത് ആലയം പണിയുവാൻ സോളമൻ ആരംഭിച്ചു. മോറിയ പർവ്വതത്തിൽ ജബൂസിനായ ഒർന്നാന്റെ മെതിക്കളത്തിൽ ദാവീദ് കണ്ടുവച്ച സ്ഥാനത്തു തന്നെയാണ് പണിതത്. ഭരണത്തിന്റെ 4-ാം വർഷം 2-ാം മാസം സോളമൻ പണി തുടങ്ങി. ദേവാലയത്തിന് അവൻ നിശ്ചയിച്ച അളവിൻ പ്രകാരം നീളം പഴയ കണക്കനുസരിച്ച് 60 മുഴവും വീതി 20 മുഴവുമായിരുന്നു. മുഖമണ്ഡപത്തിന് ആലയത്തിന്റെ വീതിക്കൊത്ത് 20 മുഴം നീളവും ഉണ്ടായിരുന്നു. ഉയരം 120 മുഴവും. അതിന്റെ അകവശം മുഴുവനും തങ്കം കൊണ്ട് പൊതിഞ്ഞു. അതിനു സരളമരം കൊണ്ട് മച്ചിട്ടു, അതും തങ്കം കൊണ്ട് പൊതിഞ്ഞു. പനകളും ചെങ്ങലകളും അതിന്മേൽ കൊത്തിവെച്ചു. ആലയം രത്നം കൊണ്ടും പാർവയിമിലെ സ്വർണം കൊണ്ടും അലങ്കരിച്ചു. തുലാങ്ങൾ, വാതിൽപ്പടികൾ, ഭിത്തി, കതകുകൾ, ഇങ്ങനെ ആലയം മുഴുവനും സ്വർണം കൊണ്ട് പൊതിഞ്ഞു. ചുവരിന്മേൽ കെരൂബുകളുടെ രൂപങ്ങളും കൊത്തിവെച്ചു. ശ്രീകോവിലും പണിതു. അതിന്റെ നീളവും വീതിയും ആലയത്തിന്റെ വീതിക്കൊത്ത് 20 മുഴം വീതമായിരുന്നു. 600 താലന്ത് തനി തങ്കം കൊണ്ട് അത് പൊതിഞ്ഞു. അതിന്റെ ആണികൾ പൊന്നുകൊണ്ടായിരുന്നു. ഓരോന്നിനും 50 ഷെക്കൽ തൂക്കം വരും. മാളിക മുറികളും പൊന്നു പതിച്ചവയായിരുന്നു. അതിവിശുദ്ധ സ്ഥലത്ത് തടികൊണ്ട് 2 കെരൂബുകളെ ഉണ്ടാക്കി. അവയും തങ്കത്താൽ ആവരണം ചെയ്തു. 2 കെരൂബുകളുടെ ചിറകുകൾക്ക് മൊത്തം 20 മുഴം നീളം ഉണ്ടായിരുന്നു. ഓരോ ചിറകിനും 5 മുഴം നീളം. മധ്യത്തിലുള്ളവ രണ്ടും ഒന്നോടൊന്നു തൊട്ടും 2 അറ്റത്തുമുള്ളവ ആലയത്തിന്റെ ഭിത്തിയോട് ചേർന്നും നിന്നിരുന്നു. ചിറകുകൾ മുഴുനീളത്തിൽ വിടർത്തി കാലുകൾ നിലത്തുറപ്പിച്ച് മുഖമണ്ഡപത്തിലേക്ക് നോക്കിയാണ് കെരൂബുകൾ നിലകൊണ്ടത്. നീലം, ധൂമ്രം, കടും ചെമപ്പു നൂലുകൾ, നേർത്ത ചണം ഇവ ഉപയോഗിച്ച് കെരൂബുകളുടെ ചിത്രപ്പണിയുള്ള ഒരു തിരശീലയും നെയ്തുണ്ടാക്കി. ആലയത്തിനു മുൻപിൽ 35 മുഴം ഉയരമുള്ള 2 സ്തംഭങ്ങൾ പണിതു. അവയ്ക്ക് മുകളിൽ 5 മുഴം വീതമുള്ള പോതികകളും ഉണ്ടാക്കി വെച്ചു. സ്തംഭങ്ങളുടെ മുകൾ ഭാഗം മാലക്കണ്ണികൾ കൊണ്ട് അലങ്കരിച്ചു. 100 മാതളപ്പഴങ്ങൾ ഉണ്ടാക്കി അതിനിടയിൽ കോർത്തിട്ടു. ദേവാലയത്തിനു മുൻപിൽ ഇടത്തും വലത്തുമായി ഈ സ്തംഭങ്ങൾ സ്ഥാപിച്ചു. വലത്തേതിന് യാഗീൽ എന്നും ഇടത്തേതിന് ബോവാസ് എന്നും പേർ നൽകി. അധ്യായം 4. ദേവാലയോപകരണങ്ങൾ. സോളമൻ രാജാവ് ഓടുകൊണ്ട് ബലിപീഠം പണിതു. അതിന്റെ നീളം 20 മുഴം, വീതി 20 മുഴം, ഉയരം 10 മുഴം. ഉരുക്കിയ ലോഹം കൊണ്ട് അവൻ വൃത്താകൃതിയിലുള്ള ഒരു ജലസംഭരണിയും ഉണ്ടാക്കി. അതിന്റെ വ്യാസം 10 മുഴം, ആഴം 5 മുഴം, ചുറ്റളവ് 30 മുഴം. അതിന്റെ വക്കിനു താഴെ ചുറ്റും 30 മുഴം നീളത്തിൽ കായകൾ കൊത്തിയിട്ടുണ്ടായിരുന്നു. കായകൾ 2 നിരയായി ജലസംഭരണിയോടൊപ്പമാണ് വാർത്തെടുത്തത്. 12 കാളകളുടെ പുറത്ത് ജലസംഭരണി ഉറപ്പിച്ചു. കാളകൾ 3 വീതം തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും മുഖം തിരിച്ചാണ് നിൽക്കുന്നത്. അവയുടെ പിൻഭാഗം ജലസംഭരണിയിലേക്ക് തിരിഞ്ഞിരുന്നു. അതിന് 1 കൈപ്പത്തി ഘനം. അതിന്റെ വക്ക് പാനപാത്രത്തിൻ്റെതുപോലെ ലില്ലിപ്പൂ കണക്കെ വളഞ്ഞിരുന്നു. അതിൽ 3000 ബത്ത് വെള്ളം കൊള്ളുമായിരുന്നു. വട്ടത്തിലുള്ള 10 ക്ഷാളനപാത്രങ്ങൾ ഉണ്ടാക്കി 5 തെക്കുവശത്തും 5 വടക്കുവശത്തും വെച്ചു. ദഹനബലിക്കുള്ള വസ്തുക്കൾ കഴുകുവാൻ ഇവ ഉപയോഗിച്ചിരുന്നു. പുരോഹിതന്മാരുടെ ഉപയോഗത്തിനായിരുന്നു ജലസംഭരണി. നിർദ്ദേശമനുസരിച്ച് 10 പൊൻവിളക്കുകാലുകൾ നിർമ്മിച്ച് 5 വീതം ആലയത്തിൽ തെക്കും വടക്കുമായി വച്ചു. തെക്കും വടക്കും 5 വീതം 10 പീഠങ്ങളും അവൻ ദേവാലയത്തിൽ സ്ഥാപിച്ചു. 100 സ്വർണ്ണ താലങ്ങളും ഉണ്ടാക്കി വച്ചു. പുരോഹിതന്മാർക്കുള്ള അങ്കണവും വലിയ അങ്കണവും പണിത് അവയുടെ വാതിലുകൾ ഓടുകൊണ്ട് പൊതിഞ്ഞു. ആലയത്തിന്റെ തെക്കുകിഴക്കേ മൂലയിൽ ജലസംഭരണി സ്ഥാപിച്ചു. കലങ്ങൾ, കോരികകൾ, തളികകൾ ഇവയും ഉണ്ടാക്കി. അങ്ങനെ ദേവാലയത്തിൽ ആവശ്യത്തിലേക്കായി ചെയ്യാമെന്ന് ഹീരാം സോളമനോട് ഏറ്റിരുന്ന പണികൾ പൂർത്തിയാക്കി. 2 സ്തംഭങ്ങൾ, സ്തംഭങ്ങളുടെ മുകളിലുള്ള പോതികകൾ, പോതികകളുടെ ചുറ്റുമായി കോർത്തിണക്കിയ മാലക്കണ്ണി പോലെയുള്ള ചിത്രപ്പണികൾ, സ്തംഭത്തിന്മേലുള്ള പോതികകളുടെ മകുടങ്ങൾ മറയ്ക്കുന്നതിന് അവയ്ക്ക് ചുറ്റും 2 നിര വീതം 400 മാതളപ്പഴങ്ങൾ, 10 പീഠങ്ങളും 10 ക്ഷാളന പാത്രങ്ങളും, ജലസംഭരണിയും അതിനെ വഹിക്കുന്ന 12 കാളകളും, കലങ്ങൾ, കോരികകൾ, മുൾക്കരണ്ടികൾ തുടങ്ങി ദേവാലയത്തിന് ആവശ്യമായ ഉപകരണങ്ങളൊക്കെയും മിനുക്കിയ ഓടുകൊണ്ട് നിർമ്മിച്ച് ഹൂരാം അബി സോളമനു നൽകി. ജോർദാൻ തടത്തിൽ സുക്കോത്തിനും സെരേദായ്ക്കും മധ്യേയുള്ള കളിമൺ കളത്തിൽ ഇവയെല്ലാം രാജാവ് വാർത്തെടുത്തു. സോളമൻ വളരെയധികം സാമഗ്രികൾ ഉണ്ടാക്കിയതിനാൽ അവയ്ക്ക് വേണ്ടി വന്ന ഓടിന്റെ ആകെ തൂക്കം തിട്ടപ്പെടുത്തിയില്ല.
അങ്ങനെ സോളമൻ ദേവാലയത്തിലേക്ക് ആവശ്യമായ ഉപകരണങ്ങളെല്ലാം പണിയിച്ചു. സ്വർണ്ണ ബലിപീഠം, തിരുസാന്നിധ്യപ്പം വയ്ക്കാനുള്ള മേശ, നിയമപ്രകാരം ശ്രീകോവിലിൽ കത്തിക്കാനുള്ള പൊൻവിളക്കുകൾ, വിളക്കുകാലുകൾ, തങ്കം കൊണ്ടുള്ള പൂക്കൾ, വിളക്കുകൾ, ചവണകൾ, തിരിക്കത്രികകൾ, ചാളനപാത്രങ്ങൾ, ധൂപകലശങ്ങൾ, തീക്കോരികകൾ ഇവയും ഉണ്ടാക്കി. ശ്രീകോവിലിന്റെയും വിശുദ്ധ സ്ഥലത്തിന്റെയും വാതിലുകളുടെയും പാദകുടങ്ങൾ സ്വർണം കൊണ്ട് നിർമ്മിച്ചു. അധ്യായം 5. ദേവാലയത്തിന്റെ പണികളെല്ലാം സമാപിച്ചപ്പോൾ സോളമൻ തന്റെ പിതാവായ ദാവീദ് പ്രതിഷ്ഠിച്ചിരുന്ന വെള്ളിയും പൊന്നും മറ്റെല്ലാ ഉപകരണങ്ങളും ആലയത്തിന്റെ ഭണ്ഡാരങ്ങളിൽ നിക്ഷേപിച്ചു. പേടകം ദേവാലയത്തിൽ. കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം ദാവീദിന്റെ നഗരമായ സിയോനിൽ നിന്ന് കൊണ്ടുവരുവാൻ ഇസ്രായേൽ ഗോത്രങ്ങളുടെയും കുലങ്ങളുടെയും കുടുംബങ്ങളുടെയും തലവന്മാരായ നേതാക്കളെയെല്ലാം സോളമൻ ജെറുസലേമിലേക്ക് വിളിപ്പിച്ചു. 7-ാം മാസത്തിലെ ഉത്സവ സമയത്ത് ഇസ്രായേൽ ജനം രാജാവിന്റെ മുൻപിൽ സമ്മേളിച്ചു. ഇസ്രായേൽ നേതാക്കൾ എല്ലാവരും വന്നു കൂടിയപ്പോൾ ലേവ്യർ പേടകമെടുത്തു. പുരോഹിതന്മാരും ലേവ്യരും ചേർന്ന് പേടകവും സമാഗമ കൂടാരവും അതിലെ സകല വിശുദ്ധ ഉപകരണങ്ങളും ദേവാലയത്തിൽ കൊണ്ടുവന്നു. സോളമൻ രാജാവും അവിടെ കൂടിയിരുന്ന ഇസ്രായേൽ സമൂഹവും പേടകത്തിനു മുൻപിൽ അസംഖ്യം ആടുകളെയും കാളകളെയും ബലിയർപ്പിച്ചു. അതിനുശേഷം പുരോഹിതന്മാർ ഉടമ്പടിയുടെ പേടകം അതിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുപോയി ആലയത്തിന്റെ അന്തർമന്ദിരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് കെരൂബുകളുടെ ചിറകിൻ കീഴിൽ പ്രതിഷ്ഠിച്ചു. കെരൂബുകൾ പേടകത്തിനു മുകളിൽ ചിറകുവിടർത്തി നിന്നിരുന്നതിനാൽ അവ പേടകത്തെയും അതിന്റെ തണ്ടുകളെയും മൂടിയിരുന്നു. തണ്ടുകൾക്ക് നീളമുണ്ടായിരുന്നതിനാൽ ശ്രീകോവിലിനു മുൻപിലുള്ള വിശുദ്ധ സ്ഥലത്തു നിന്നാൽ അവയുടെ അഗ്രം കാണാമായിരുന്നു. എങ്കിലും പുറമേ നിന്ന് ദൃശ്യമായിരുന്നില്ല. ഇന്നും അവ അവിടെയുണ്ട്. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടു വന്നപ്പോൾ കർത്താവ് അവരുമായി ഉടമ്പടി ചെയ്ത ഹോറബിൽ വെച്ച് മോശ പേടകത്തിൽ നിക്ഷേപിച്ച 2 കൽപ്പലകയല്ലാതെ മറ്റൊന്നും അതിലുണ്ടായിരുന്നില്ല. അവിടെ കൂടിയിരുന്ന എല്ലാ പുരോഹിതന്മാരും ഗണഭേദമെന്നി തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്തു നിന്ന് പുറത്തു വന്നപ്പോൾ ആസാഫ്, ഹേമാൻ, യെദുഥൂൻ എന്നിവരും അവരുടെ പുത്രന്മാരും ബന്ധുക്കളുമായി സംഗീതജ്ഞരായ ലേവ്യരൊക്കെയും ചണവസ്ത്രം ധരിച്ച് കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും പിടിച്ച് ബലിപീഠത്തിന് കിഴക്കുവശത്ത് കാഹളം ഊതിക്കൊണ്ടിരുന്ന 120 പുരോഹിതന്മാരോട് ചേർന്നു നിന്നു. കാഹളമൂത്തുകാരും ഗായകരും ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ കർത്താവിന് കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ചു. കാഹളം, കൈത്താളം, മറ്റു സംഗീതോപകരണങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി അവർ കർത്താവിനെ സ്തുതിച്ചു പാടി. അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന്റെ ആലയത്തിൽ ഒരു മേഘം വന്നു നിറഞ്ഞു. ദേവാലയത്തിൽ കർത്താവിന്റെ തേജസ് നിറഞ്ഞു നിന്നതിനാൽ പുരോഹിതന്മാർക്ക് അവിടെ നിന്ന് ശുശ്രൂഷ തുടരുവാൻ സാധിച്ചില്ല. ദൈവമായ കർത്താവിന് സ്തുതി.